അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വേവെ പോകാൻ വേണ്ടി അവളെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ആ പയ്യൻ വേവേൻ്റെ ആ ഗെയിം ബുക്ക് കാണും. അവനത് ജസ്റ്റ് മറിച്ച് നോക്കുമ്പോൾ അതിൽ വേവെ അന്ന് ലൈബ്രറിയിൽ നിന്ന് വരച്ച നേഹൻ്റെ പിക്കുണ്ട്. ആ പയ്യൻ അതും നോക്കി നിൽക്കുന്നത് കണ്ട് അതൊന്നും എടുക്കല്ലേ എന്നും പറഞ്ഞ് വേവെ വേഗം വാങ്ങി വെക്കും. അതിൽ അവനൊന്ന് ആലോചിച്ചിട്ട് പറയും, ആ അത് നമ്മൾ ഗെയിമിൽ കണ്ട ഇക്സിയോ നായികയല്ലേ? നീ എല്ലാവരുടെ ഫാനാണോ? അന്ന് ഞാൻ നെയ്ഹിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിൻ്റെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടു. ഇപ്പോൾ നെയ്ഹൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ. അവർ രണ്ടുപേരും ഒരിക്കലും എനിക്കൊരുപോലെയല്ല. നായിക്സിയോനെ ഞാൻ കാണുന്നത് പ്രൊഫഷണലായിട്ടാണ്. അവനൊരു ജീനിയസാണ്. പിന്നെ എനിക്ക് അവനോട് ആരാധനയാണ്. എന്നാൽ ഇക്സിയോ നാഹിയെ എനിക്ക് എന്ന് പറഞ്ഞ് ഒന്ന് സ്റ്റോപ്പിടും. നിനക്ക്? എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രമാണ്. ഇനി നെയ്ഹിൻ്റെ റൂമിൽ ഫ്രണ്ട് പറയും, ഗെയിമിൽ സിംഗിളായ നമുക്കൊക്കെ ബാറ്റിൽ ചാമ്പ്യൻഷിപ്പിൻ്റെ കപ്പിൾസ് തമ്മിലുള്ള പോരാട്ടം കാണാൻ ക്യാഷ് കൊടുക്കണം. എന്തൊരു കഷ്ടമാണല്ലേ? അതിൽ മറ്റവൻ പറയും, എന്നാലല്ലേ ഗെയിമിന് ക്യാഷ് കിട്ടൂ. എന്നാലും അവർ ശരിക്കും ഒരു ക്രൂവൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗെയിമിൽ കപ്പിൾസ് തമ്മിലുള്ള ബാറ്റിലിന് എല്ലാവരും റെഡിയായി എത്തിയിട്ടുണ്ട്. അതിൽ ഫ്രണ്ട് പറയും, നോക്ക് ആ യോയോ എന്നെ തന്നെ നോക്കുന്നത് പോലെ ഇല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ആ യോയോക്കും ഷെൻഷയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. നീ അപ്പോൾ ആരുടെ സൈഡാ? അതിൽ അവൻ ചിരിച്ചുകൊണ്ട് പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നതേ നെയ്ഹിൻ്റെ കയ്യിൽ ആദ്യം അവരെ തന്നെ കിട്ടട്ടെ എന്നാണ്. അത് കൊള്ളാം, എന്നാൽ ഞാനും പ്രാർത്ഥിക്കട്ടെ. പക്ഷെ വേവേ പറയും, ഞാൻ അവരെ ആദ്യം കിട്ടരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വേവേ റെഡി ആയിക്കോ, ബാറ്റിനുള്ള ടൈമായി. അതിൽ ബാക്കി ഫ്രണ്ട്സ് എല്ലാം എഴുന്നേറ്റ് പോകും. കാരണം അവർ കളി കാണാനുള്ള പൈസ അടച്ചിട്ടില്ല. അവർക്ക് കളി കാണാൻ കഴിയില്ല. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് അവരെ അപ്പോണൻ്റായി ഷെൻഷയും യോയോയും തന്നെയാണ് വരുന്നത്. കപ്പിൾസ് ബാറ്റിൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 3 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ റെഡി ആയിക്കോളൂ. നെയ് പറയും, യോയോൻ്റെ കാര്യം ഞാൻ ഏറ്റ്. അത് കേട്ട് വേവേ പറയും, യോയോ ഭയങ്കര വീക്കസ്റ്റാണ്. അവളെ നിനക്കൊരു എതിരാളിയല്ല. എന്നാൽ നീ അവളെ ഇട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു തീരുമാനമാക്കി തരും. പക്ഷേ ബാക്കി പ്ലെയേഴ്സ് പറയും, സ്ട്രോങ് ആയ നീ വീക്കായ അവളായിട്ടാണോ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. അത് കേട്ട് നെയ് പറയും, ബാക്കിയുള്ളവർ പറയുന്നത് എന്തിനാണ് നമ്മൾ നോക്കുന്നത്? അവർക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഓക്കെ ശരി, എന്നാൽ നീ ചെല്ലേ. അങ്ങനെ നെയ് പോകാൻ നിൽക്കുമ്പോൾ വേവെ പെട്ടെന്ന് പറയും, ഒരു മിനിറ്റ്, എന്നാൽ ഞാൻ ആദ്യം പോകട്ടെ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പോൾ നീ വന്നാൽ മതി. അങ്ങനെ അതിന് നെയ് സമ്മതിച്ച് വേവെ റെഡിയായി പോകും. പക്ഷേ ഷെൻഷയും യോയോയും പേടിച്ച് മത്സരം ക്വിറ്റ് ചെയ്യും. അവർ പേടിച്ചോടിയോ? നമ്മുടെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ എതിരാളി പേടിച്ചോടി. അത്രയും ഭീകരന്മാരാണോ നമ്മൾ? അതിൽ നെയ് പറയും, നിന്റെ വരവ് കണ്ട് അവർ പേടിച്ചു പോയി കാണും. ഫസ്റ്റ് റൗണ്ടിൽ ഇക്സിയോ നായിയെ ലൂ വേവേയാണ് വിന്നർ. നിങ്ങൾക്ക് 3 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ബെല്ലടിച്ച് അനൗൺസ് ചെയ്യും. കപ്പിൾ ബാറ്റിൽ ചാമ്പ്യൻഷിപ്പിൻ്റെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. 3 മിനിറ്റ്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമുണ്ട്. അങ്ങനെ മത്സരിക്കാനുള്ള അടുത്ത കപ്പിൾസും എത്തി. അവരെ കണ്ട് വേവെ പറയും, ഇനിയും പരിചയമുള്ള ആളുകൾ തന്നെയാണല്ലോ. അവളാണ് ഡൈമങ്, എൻ്റെ പഴയ ക്ലാനിലെ ലീഡർ. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഒരിക്കൽ പെട്ടെന്ന് അവൾ ആ ക്ലാനിൻ്റെ ലീഡർഷിപ്പ് ടിയാന്ന് പറഞ്ഞ് അവൻക്ക് കൊടുത്ത് ഗെയിം ക്വിറ്റ് ചെയ്തു പോകും. അവളെ കണ്ട ഡൈമങ് അത്ഭുതത്തോടെ, വേവേ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. അതെ, നീ തിരിച്ചു വന്നൂല്ലേ? അതെ, ഇത്ര വലിയ ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ എനിക്ക് പങ്കെടുക്കണമെന്ന് തോന്നി. നിങ്ങളുടെ സെക്കൻഡ് റൗണ്ട് മത്സരം ഇവിടെ തുടങ്ങാണ്. അങ്ങനെ വേവയും നെയ്ഹയും ഡൈമങ്ങും ടിയാനും കൂടെ ഉഗ്രം ഫൈറ്റ് നടക്കുകയാണ്. അതിലും ആസ് യൂഷ്വൽ വേവെ നെയ്ഹെ തന്നെയാണ് വിന്നർ. അവരെ അടികൊണ്ട് ഡൈമങ്ങും ടിയാനും അങ്ങ് മരിച്ചു വീഴും. അതിൽ വീണ്ടും റഫറി എത്തി പറയും, നെയ്ഹയും വേവയും തന്നെയാണ് രണ്ടാമതായി വിജയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഡൈമങ്ങിനും ടിയാനും വീണ്ടും ജീവൻ വന്ന് ഡൈമങ് വേവേനോട് പറയും, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ ഇപ്പോൾ ഫ്രീ ആണോ? അതെ. അങ്ങനെ അവർ രണ്ടുപേരും ഒരു സ്ഥലത്തോട്ട് നടന്നു പോകുകയാണ്. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഇവിടെ വെച്ചാണ് ആദ്യം കണ്ടുമുട്ടിയത്. അന്ന് ഞാനൊരു മോൺസ്റ്ററിനെ കൊല്ലാൻ പറ്റാതെ തോറ്റുകൊണ്ടിരിക്കുമ്പോൾ നീ പ്രത്യക്ഷപ്പെട്ട് നീ എന്നെ ജയിപ്പിച്ചു. എന്നിട്ട് എൻ്റെ ക്ലാനിൽ ചേർന്നു. ഓർമ്മയുണ്ടോ അതൊക്കെ? ഓർമ്മയൊക്കെ ഉണ്ട്. അന്ന് ഞാനും ഒരു ടാസ്ക് ചെയ്യാൻ അങ്ങോട്ട് വന്നതായിരുന്നു. അന്ന് നല്ല രസമായിരുന്നല്ലേ? നമ്മൾ ഒരുമിച്ച് എന്നും ട്രെയിൻ ചെയ്യും, ഒരുപാട് സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങും, അങ്ങനെയൊക്കെ. പിന്നെ അന്ന് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി. ഞാൻ ടിയാന് ഒരുപാട് വഴക്ക് പറഞ്ഞു. അന്ന് വേവേ മോൺസ്റ്ററിനെ മോഷ്ടിച്ച് എന്ന് കള്ളം പറഞ്ഞു പരത്തി ഒരു ക്ലാനിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞല്ലോ. ആ ഇൻസിഡൻ്റാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നീ എന്നോട് ക്ഷമിക്കണം. നീ ക്ഷമ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. നീ അതിനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീ ആ സമയത്ത് ഗെയിം കിറ്റ് ചെയ്ത് പോയിരിക്കുകയല്ലേ? അത് പറ്റില്ല. ഞാൻ നിന്നോട് മാപ്പ് പറയണം. ഞാനല്ലേ ആ ക്ലാനിൻ്റെ ചുമതല ടിയാനെ ഏൽപ്പിച്ചത്. ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ലേ, നീയും തിരിച്ച് ഞങ്ങളുടെ ക്ലാനിലോട്ട് വാ. അതിനെനിക്കിപ്പോൾ പറ്റില്ല, എക്സാം ആണ്. സോ അധിക സമയം ഗെയിം കളിച്ചിരിക്കാറില്ല. ഇതിൽ തന്നെ ഇപ്പോൾ കപ്പിൾ ചാമ്പ്യൻഷിപ്പിന് മാത്രമേ വരാറുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം കേട്ടു എന്നും പറഞ്ഞ് വേവേ പറഞ്ഞു തുടങ്ങുമ്പോൾ അവൾ ചോദിക്കും, ക്യുങ്ങിൻ്റെ കാര്യമാണോ? അന്ന് വേവേനെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കിയ ആളാണ് കേട്ടോ ക്യുങ്. ഡോണ്ട് വറി, അവളെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം.
പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടു. ടിയാൻ എൻ്റെ റിയൽ ലൈഫിലെ ബോയ് ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. സോ ക്യുങ്ങിന് ഞങ്ങളെ റിലേഷൻഷിപ്പ് തകർക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. അവൻ എൻ്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ആ ക്ലാനിൻ്റെ ചുമതല അവൻക്ക് അന്ന് കൊടുത്തുപോയത്. അതെയോ, അത് നന്നായി. വേവേൻ്റെ ഹോസ്റ്റലിൽ ഒരു അനൗൺസ്മെൻറ്റ് പറയുകയാണ്. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും ജൂൺ മാസം ഇങ്ങെത്തി. നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളോട് വിട പറയാൻ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അതായത് നെയ്യും കോളേജ് വിട്ടു പോകാറായിട്ടുണ്ടെന്നാണ് അർത്ഥം. അത് കേട്ട് വേവേ പറയും, ഇന്ന് ഞങ്ങളും ഞങ്ങളെ ഗെയിമിൻ്റെ അവസാന സ്റ്റേജിലെത്തി. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പേനയിലും വാളിലും മാസ്റ്ററാണെന്ന്? അതായത് ബുദ്ധിശാലിയും പടയാളിയും അല്ലേ? അവളെ തള്ളു കേട്ട് ലിങ് പറയും, വേ ഞാൻ വിചാരിച്ചിരുന്നു ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ട്രീറ്റ് തരണമെന്ന്. പക്ഷെ നിൻ്റെ ഈ സംസാരം കേട്ടിട്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. അതിൽ വേവേ ജ്യൂസൊക്കെ കൊടുത്തിട്ട് പറയും, ലിങ് നീ ഇത് കുടിച്ചേ, നീ ആകെ ക്ഷീണിച്ചിട്ടോ എന്നൊക്കെ പറഞ്ഞ് സോപ്പിടും. അതിൽ ലിങ് പറയും, അയ്യേ ഓവറാക്കണ്ട, നിനക്കിപ്പോൾ കോമ്പറ്റീഷൻ ഒന്നുമില്ലേ, വേഗം പൊയ്ക്കേ. അതിൽ അവൾ ചോദിക്കും, അപ്പോൾ ട്രീറ്റിൻ്റെ കാര്യം? തന്നോളാം, ഒന്ന് പോയി തന്നാൽ മതി. ഇനി ഗെയിമിൽ ഡൈമങ് ടിയാന് വേവേ നെയ്ഹെ കപ്പിൾസിൻ്റെ അവസാന റൗണ്ട് മത്സരം കൂടെ ഉണ്ട്. മത്സരം കാണാൻ കുറേ പേര് ക്യാഷ് കൊടുത്ത് എത്തിയിട്ടുണ്ട്. ഡൈമങ് ടിയാൻ കപ്പിൾസ് എത്തിയിട്ടില്ല. മത്സരത്തിൽ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിൽ ഒരുത്തി പറയും, അവർ ചിലപ്പോൾ പേടിച്ചിട്ടാകും വരാത്തത്. ആദ്യ റൗണ്ടിൽ തന്നെ അവർ തോറ്റല്ലോ, അതുകൊണ്ട് ഇനി എല്ലാവരെയും ഫേസ് ചെയ്യാനോ പിന്നെ ഈ മത്സരവും തോൽക്കോ എന്നൊക്കെ പേടിച്ചിട്ടാകും. അങ്ങനെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെവിടെ പോയി? ഇനിയും വന്നില്ലെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആകുമല്ലോ. അപ്പോഴാണ് ഗെയിം അനൗൺസ്മെൻറ്റ്. ഡൈമങ്ങും ടിയാനും ഇനി മുതൽ ഈ ഗെയിമിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, അവർ ബ്രേക്കപ്പായി. അതുകൊണ്ട് ഈ മത്സരത്തിൽ ഇനി അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അത് കേട്ട് കാണികൾക്കൊക്കെ ദേഷ്യം പിടിച്ച് പറയും, എന്നാൽ അവർക്ക് ബ്രേക്കപ്പ് ആവാനാണെങ്കിൽ ആദ്യം ആയിക്കൂടായിരുന്നോ, വെറുതെ ക്യാഷും കൊടുത്ത് ഫൈനൽ കാണാൻ വന്ന് എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കാണ്. ഈ ഗെയിം ക്യാൻസലായ സ്ഥിതിക്ക് ഈ സെർവറിൽ നിന്നും വേവേ നെയ്ഹെ കപ്പിൾ ബാക്കി എല്ലാ കപ്പിൾസിനെയും തോൽപ്പിച്ച് ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഇനി ഇവർ ബാക്കി സെർവറിൽ നിന്നുള്ള ഒന്നാമതെത്തിയ കപ്പിൾസുമായി മത്സരിക്കും. വേവേ എന്നാ പോകാം, നീ പോയിക്കോളൂ, ഞാൻ നീനിനോട് അവർക്ക് എന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ചിട്ട് വരാം. അങ്ങനെ വേവേ നീനിൻ്റെ അടുത്തോട്ട് പോയി ചോദിക്കും, നീനി അവൾക്ക് എന്താ പറ്റിയത്? ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു, പക്ഷേ അവൾ എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, മെസ്സേജ് ഒന്നും പോകുന്നില്ല. എനിക്കും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ ക്ലാനിലുള്ള ബാക്കി പ്ലെയേഴ്സിനോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതിനും കാരണക്കാരി ആ ക്യുങ്ങാണ്. ഡൈമങ് ക്യുങ്ങിനെ ക്ലാനിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു, പക്ഷേ ടിയാൻ അതിന് സമ്മതിച്ചില്ല. അവർ ഫൈറ്റായി. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ ബ്രേക്കപ്പ്. അത് കേട്ട് വേവയ്ക്ക് ആകെ സങ്കടാകും. വേവയും നെയ്ഹയും പല സെർവറിൽ നിന്നുള്ള കപ്പിൾസുമായി മത്സരിക്കുകയാണ്. അവസാനം എല്ലാ സെർവറിൽ നിന്നുള്ള കപ്പിൾസുമായി മത്സരിച്ച് വേവേ നെയ്ഹെ കപ്പിൾ ബാറ്റിൽ ചാമ്പ്യൻഷിപ്പിൽ സെമി ഫൈനൽ എത്തിയിരിക്കുന്നു. ഫൈനൽ മത്സരം ഇനി നാളെ രാത്രി 8 മണിക്ക്. അത് കഴിഞ്ഞ് അവർ ഒരു പാലത്തിലൂടെ നടക്കുമ്പോൾ അവർ ഒരു കാഴ്ച കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അതിൽ ഫ്രണ്ട്സ് വന്നിട്ട് പറയും, കൺഗ്രാറ്റുലേഷൻസ്, നാളെ ജയിച്ചാൽ നെയ്ഹെ നീ ഞങ്ങൾക്ക് ട്രീറ്റ് തരണം കേട്ടോ. അത് കേട്ട് വേവേ പറയും, നാളെ ജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല, ജയിച്ചിട്ട് പ്ലാൻ ചെയ്താൽ പോരെ. അതൊക്കെ ജയിക്കും, അത് നിങ്ങൾക്ക് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട്. നാളെ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നവരെ പറ്റി ഞാനൊന്ന് റിസർച്ച് നടത്തി. അവർ നല്ല കിടിലം പ്ലെയേഴ്സാണ്, പക്ഷെ കുറച്ച് ഭാഗ്യം കുറവുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ നാളെ ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് നല്ലോണം എനർജിയൊക്കെ ഉണ്ടാക്കി ഫൈറ്റ് ചെയ്യാൻ റെഡിയായി വരും. ഓക്കെ. അവളെ ഈ കോമഡി കേട്ട് മിണ്ടാതെ നിൽക്കുന്ന നെയ്ഹിനെ കണ്ടിട്ട് നെയ്ഹെ എന്ന് വിളിക്കും. അവൻ സ്റ്റക്കായി അങ്ങനെ നിൽക്കുകയാണ്. അവനൊരു കോൾ ചെയ്യാൻ പോയതാ, ഇപ്പോൾ വരും. പെട്ടെന്ന് അവൻ വന്നിട്ട് അവളെ മുഖത്ത് നോക്കി പേഴ്സണലായിട്ട് അവൻ ചാറ്റ് ചെയ്യും. വേവേ എനിക്ക് നാളെ ബിസിനസ് ഡിന്നർ മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റ് ആകും. ഒരു 7:30 മണിക്കെങ്കിലും വരാൻ നോക്കാം. അപ്പോൾ നീയും ഫ്രീ ആയി വരണം. ഓക്കെ, ശരി. അവരങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് കണ്ട് ഫ്രണ്ട് ബാക്കി ഫ്രണ്ട്സിനോട് പറയും. അവർ പേഴ്സണലായിട്ടും ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അടുത്തതായി കാണിക്കുന്നത് ഷാവോൻ്റെ ഓഫീസാണ്. അവൻ ടേബിളിൽ കാലൊക്കെ കയറ്റി വെച്ച് യോയോയുമായി ഫോണിൽ സംസാരിക്കുകയാണ്. അവൾ പറയും, ആ ക്യുങ് വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുകയാണ്. നമ്മൾ കളിക്കാത്തത് കൊണ്ടാണ് നെയ്ഹയും വേവയും ഇപ്പോൾ സെമി ഫൈനൽ എത്തിയതെന്ന്, അല്ലെങ്കിൽ അവർ എപ്പോഴോ ഔട്ടായി പോയിന്നൊക്കെ പറഞ്ഞ്. അവർ ഗെയിമിൽ ജയിച്ച്, അതുകൊണ്ട് എന്താ ഇപ്പോൾ ശരിക്കും കാര്യം? റിയൽ ലൈഫിൽ അവർ തോറ്റിട്ടല്ലേ ഉള്ളൂ. നീ അതൊന്നും ആലോചിച്ച് അപ്സെറ്റ് ആകണ്ട. ഞാനല്ല അപ്സെറ്റ് ആകുന്നത്, ആ ക്യുങ്ങാണേ. വേവേ മോൺസ്റ്ററിനെ തട്ടിയെടുത്തിട്ടില്ല എന്ന് അവൾ പറയുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൾ ഓരോന്ന് ചെയ്തിട്ട് ആ ക്യുങ്ങിൻ്റെ തലയിലിടാണ്. ക്യുങ്ങ് ഒരു പെണ്ണല്ലേ. വേവേക്ക് എങ്ങനെ സാധിക്കുന്നു അവളോടൊക്കെ ഇങ്ങനെ ചെയ്യാൻ? യോയോ, എല്ലാ പെണ്ണുങ്ങൾക്കും നിന്നെ പോലെ നല്ല മനസ്സുണ്ടാകണമെന്നില്ല. നിന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. നമുക്കെന്നാ ഈ വീക്കെൻഡിൽ ആ ജപ്പാനീസ് റെസ്റ്റോറൻറ്റിലോട്ട് പോയാലോ? ഓക്കെ, പോകാം. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉണ്ട്. ശരി, നിനക്ക് എന്ത് വേണേലും വാങ്ങിക്കാം. നീ പറയുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചു തരും. ഷേവോ, നീ ഇനി മതി എനിക്ക് വാങ്ങിച്ചു തന്നത്. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് അതിനു വേണ്ടിയൊന്നുമല്ല. എനിക്കറിയാം അതൊക്കെ, എന്നാലും ഞാൻ വാങ്ങിത്തരും. അതിൻ്റെ ഇടയിലാണ് അവിടെ ഫോൺ റിങ് ചെയ്യുന്നത്.
യോയോ ഞാൻ പിന്നെ വിളിക്കാം, ഒരു കോള് വരുന്നുണ്ടെന്നും പറഞ്ഞ് അവൻ കട്ട് ചെയ്യും. അങ്ങനെ അവൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് അവൻ്റെ അച്ഛനാണ്, അതായത് ഇരാൻ്റെ അങ്കിൾ. അതിൽ അച്ഛൻ പറയും, നിന്നെ ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, ആരായിരുന്നു ഫോണിൽ? അതൊരു പെണ്ണാണ്, എന്താ മതിയോ? അതിൽ അച്ഛൻ ദേഷ്യത്തോടെ പറയും, നിനക്കിനി എന്നാ ബോധം വരിക? ഇപ്പോൾ കുറേ ആയില്ലേ കമ്പനിയിൽ വരുന്നു, ഇപ്പോഴും ഒരു കാര്യങ്ങളും ചെയ്യാനറിയില്ല. അത് കേട്ട് ഷാവോ പറയും, നിങ്ങൾ എന്നോട് ഈ കമ്പനിയിലോട്ട് എന്നും വരാൻ പറയും, ഒരു ഇമ്പോർട്ടൻസും ഇല്ലാത്ത എന്തൊക്കെയോ ഫയൽസ് സൈൻ ചെയ്യിപ്പിക്കും, അത്ര തന്നെ. പിന്നെ ഞാൻ നിന്നെ എന്ത് ചെയ്യണം? കുറേ കാലം കറങ്ങി നടന്നില്ലേ, എന്നിട്ട് ഓരോ തെമ്മാടിത്തരത്തിൽ പോയി ചാടും. എനിക്ക് മതിയായി. ഇനി നീ എങ്ങനെ കമ്പനി മാനേജ് ചെയ്യും എന്ന് പഠിക്ക്. അപ്പോൾ സാവധാനം എല്ലാ കാര്യങ്ങളും നിന്റെ കൈകാര്യങ്ങളിലെത്തും. കമ്പനി മാനേജ് ചെയ്ത് പഠിക്കാനോ? എനിക്കിവിടെ എൻ്റെ സിഗ്നേച്ചർ നന്നാക്കുന്ന ട്രെയിനിങ് പോലെയാണ് തോന്നുന്നത്. വേവെ അവളുടെ പാരൻസിനായിട്ട് ഫോണിൽ സംസാരിക്കണേ. എനിക്ക് എക്സാമാണ്, അതുകൊണ്ട് ജൂലൈ വരെ വീട്ടിലോട്ട് വരാൻ പറ്റില്ല. ടിക്കറ്റൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരും എന്നെ പിക്ക് ചെയ്യാൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് എത്തിക്കോളാം. വീക്കെൻഡ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോലിയുള്ള ദിവസം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കും. അത് കഴിഞ്ഞ് എറിക്സ് ലാപ്പ് നോക്കിക്കൊണ്ട് പറയും, ഓ മൈ ഗോഡ്, എനിക്ക് ജെനിടെക്കിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ട്, എന്തെന്ന് നോക്കട്ടെ. ഓപ്പൺ ആക്കിയതും അവൾ തുള്ളിച്ചാടിക്കൊണ്ട് പറയും, എനിക്കാ ജോലി കിട്ടി. എന്നിട്ട് അവൾ തന്നെ വിശ്വസിക്കാൻ പറ്റാതെ പറയും, എന്നാലും എന്നെയൊക്കെ അവർ എടുത്തോ? നിങ്ങളെ മേലും ചെക്ക് ചെയ്യേ. അതിൽ അവർ നോക്കിയിട്ട് പറയും, എനിക്കില്ല. എനിക്കും ഇല്ല. വേവേ നിനക്കുണ്ടോയെന്ന് നോക്ക്. എനിക്കും ഇല്ല. അപ്പോൾ ഈ നിങ്ങൾക്കൊന്നും മെയിലില്ല, എനിക്ക് മാത്രമാണോ ഉള്ളത്? നിങ്ങൾ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്ത് നോക്ക്. ഒരുപാട് വട്ടം റീഫ്രഷ് ചെയ്തു, ഇല്ല മോളെ. ഇനി ചിലപ്പോൾ ഇറിക്സി അന്ന് ഇട്ടുപോയി ആ ഡിഫറൻറ്റ് ലുക്ക് കൊണ്ടാണാവോ അവൾക്ക് മാത്രം ജോലി കിട്ടത്. അത് കേട്ട് ഇറിക്സി എഴുന്നേറ്റിട്ട് പറയും, ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ അങ്ങനത്തെ ഡ്രസ്സ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കി. എന്നിട്ടിപ്പോൾ എന്തായെന്ന് കണ്ടോ? നിങ്ങൾ തന്നെ പുറത്താക്കി. ഒരു മിനിറ്റ്, ഇനി ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ടാകുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കേണ്ടി വരും. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഐറ്റംസ് കുറവാണ്. നീ എൻ്റെ കൂടെ ഷോപ്പിങ്ങിന് വരുമോ? ഓക്കെ, ഞാൻ വരാം. എനിക്കും നോർമൽ ഡ്രസ്സ് കുറച്ച് വാങ്ങിക്കാനുണ്ട്. ഞാനുമുണ്ട്. അതിൽ വേവേ പറയും, നിങ്ങളൊക്കെ പോയിക്കോ, ഞാനില്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. വേവേ നീ വാ, നീ ഡ്രസ്സൊന്നും നോക്കണ്ട, ഒരു ഔട്ടിങ്, ഒരു എക്സസൈസ് അങ്ങനെ വിചാരിച്ചാൽ മതി. വാ. ഇങ്ങനെ ലാപ്പിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കേടാട്ടോ, ഇടയ്ക്കൊക്കെ ചേഞ്ച് വേണ്ടേ? ആരൊക്കെയാണാവോ ഇപ്പോൾ ഈ എക്സസൈസിനെ പറ്റി പറയുന്നത്? എന്നും ജോഗിങ്ങിന് വിളിക്കുമ്പോൾ കാണാം ഈ ഉഷാറ്. പിന്നെ നിങ്ങൾക്കൊക്കെ മടിയായതുകൊണ്ട് എന്നെ തന്നെ താഴെ വിട്ട് കുടിവെള്ളം നിറപ്പിക്കും. എന്നിട്ടും എനിക്കാണല്ലേ എക്സസൈസിൻ്റെ കുറവ് എന്നും പറഞ്ഞു പോകുമ്പോൾ അവർ പിന്നാലെ വന്ന് പറയും, വേവേ നീ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ കഴിഞ്ഞ വർഷം മുതൽ ഇടാൻ തുടങ്ങിയിരിക്കുന്നു, കുറച്ച് പുതിയത് എടുക്ക്. എനിക്കിപ്പോൾ പുതിയതിൻ്റെ ഒരു ആവശ്യമില്ല, എൻ്റെ അടുത്ത് ആവശ്യത്തിന് ഡ്രസ്സുണ്ട്. ഇത്രയും സുന്ദരിയായി നീ തന്നെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് തന്നെ നാണക്കേടാണ്. നീ ഇങ്ങനെ പോകുകയാണെങ്കിൽ മിക്കവാറും നിന്നെ ക്യാമ്പസ് ബ്യൂട്ടി ലിസ്റ്റിൽ നിന്ന് പുറത്താക്കും. അത് കേട്ട് അവളൊരു കൂസലില്ലാതെ പറയും, എന്നാൽ നന്നായി, ഞാൻ ഇന്നർ ബ്യൂട്ടിയിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. അതിൽ എറിക്സി പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലിങ്, അവൾക്ക് ആ ക്യാമ്പസ് ബ്യൂട്ടി മത്സരം ഒന്നും തന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വേറൊരു സംഭവമുണ്ട്, നീ അറിഞ്ഞിട്ടുണ്ടാകില്ല. ക്യാമ്പസിലെ ഡേഞ്ചറസ് ഗേളിനെ കണ്ടുപിടിക്കുന്ന മത്സരം. ക്യാമ്പസ് ബ്യൂട്ടി പോലെ തന്നെ അതിലും നിനക്ക് തന്നെയാണ് വോട്ടിങ്ങിൽ മുന്നേറ്റം. അതിനർത്ഥം നീ നല്ല ഒരു തേപ്പുകാരിയാകാൻ ചാൻസ് ഉണ്ടെന്ന്. അത് കേട്ട് ദേഷ്യം പിടിച്ച വേവി പറയും, ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? എന്നിട്ട് നിങ്ങൾ ആരും എന്താ എന്നോട് പറയാഞ്ഞത്? അറിഞ്ഞിട്ടെന്താ കാര്യം? നിനക്ക് അതിലൊരു മാറ്റം വരുത്താൻ പറ്റൂലല്ലോ. അതിൽ ലിങ് എറിക്സിനോട് ഷൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്നെപ്പറ്റി ഇങ്ങനെയും റൂമേഴ്സ് ഉണ്ടെന്ന്. ഞാൻ ആ ഫോറം ഹാക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യും, നോക്കിക്കോ. അവൾ ആകെ ടെമ്പറാകുന്നത് കണ്ട് ഫ്രണ്ട് പറയും, സാരമില്ല, അതൊക്കെ വിട്, നമുക്ക് ഷോപ്പിങ്ങിന് പോകാം, നിനക്കൊരു റിലാക്സേഷനും ആകും എന്ന് പറഞ്ഞ് എറിക്സിയും ആ ഫ്രണ്ടും നിർബന്ധിക്കും. എനിക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഞാനില്ല. പിന്നെ എനിക്ക് 8 മണിക്ക് ഗെയിമിലെ ഫൈനലുണ്ട്. അത് 8 മണിക്കല്ലേ? ഇപ്പോൾ വെറും 5 മണിയായിട്ടല്ലേ ഉള്ളൂ. ഷോപ്പിങ്ങിന് പോകുക, ഫുഡ് കഴിക്കുക, തിരിച്ചു വരിക, എന്നിട്ട് നീ ഫൈറ്റിന് പോയിക്കോ, അത്രേ ഉള്ളൂ. എന്നിട്ട് ലിങ് നോക്കി പേടിപ്പിച്ചുകൊണ്ട്, വേ ഇത്രയും നിൻ്റെ കാല് പിടിച്ചിട്ട് നീ വരുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ഇതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടും, ഷുവറാണ്. എന്നിട്ടും ഏൽക്കാത്തത് കണ്ട് അവൾ കെഞ്ചി പറയും, നീ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആര് ബാർഗെയിൻ ചെയ്യും? നിൻ്റെ സൗന്ദര്യത്തിൽ കടക്കാരെ വീത്തണ്ടേ, പ്ലീസ് വാ. അപ്പോൾ ഇതാണല്ലേ ശരിക്കും നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ ഇത്ര ഇൻട്രസ്റ്റ്? എന്നാ വാ പോകാം. അങ്ങനെ അവളും ഷോപ്പിങ്ങിന് പോകുകയാണ്. വേവയാണ് ഫുൾ ഷോപ്പിംഗ് കവറും പിടിച്ചിട്ടുള്ളത്. അതിൽ അവൾ പറയും, ഫുൾ കവറും എൻ്റെ അടുത്താണ്, നിങ്ങൾക്കിത് പിടിച്ചൂടെ? അതിൽ ലിങ് പറയും, നീ ഒന്നും വാങ്ങിക്കുന്നൊന്നുമില്ലല്ലോ, സോ നീ ഞങ്ങൾ അസിസ്റ്റൻ്റായി നിന്നാൽ മതി. അതിൽ വേവേ സോഫയിൽ ഇരുന്നിട്ട് പറയും, എല്ലാവരുടെയും അസിസ്റ്റൻ്റായി ജീവിക്കാനാണ് എൻ്റെ വിധി എന്ന് തോന്നുന്നു. ഇവിടെ ആണെങ്കിലും ഗെയിമിലാണെങ്കിലും സെയിം തന്നെ. ഈ ഇടയായി നെയ്ഹയുടെ ബോസിങ്ങും കൂടി വരുന്നുണ്ട്. അതിൽ ലിങ് അവൾ അടുത്തിരുന്നിട്ട് പറയും, മതി നിർത്ത്, ശരി, നീ ഇന്ന് എനിക്ക് കുറേ ക്യാഷ് ഡിസ്കൗണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, സോ ഇന്നത്തെ ഫുഡ് എൻ്റെ വക, ഓക്കെ? ഹാപ്പി ആയില്ലേ? ഞാനാണ് കഷ്ടപ്പെട്ടത്, സോ എനിക്ക് ഞാൻ പറയുന്ന ഫുഡ് വാങ്ങിത്തരണം. നീ എന്ത് വേണേലും വാങ്ങിച്ചോ, ഞാൻ ഫൈറ്റ് ചെയ്യാൻ വരൂല, ഞാൻ ഡയറ്റിലാണ്. പക്ഷെ ഞാൻ വെയിറ്റ് കൂടൂലല്ലോ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവരങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നും നെയ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് കാണും.
അവൻ അവൻ്റെ ആളുകളോടൊക്കെ യാത്ര പറഞ്ഞു പോകുന്നത് അവർ നോക്കി നിൽക്കുകയാണ്. എന്തൊരു ഭംഗിയാണല്ലോ അവനെ കാണാൻ. അവൻ അങ്ങനെ അവൻ്റെ കാറിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഇവരും അവനറിയാതെ അവനെ ഫോളോ ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ നെയ് വേവേനെ കാണുന്നു. എന്നിട്ടൊന്ന് ചിരിക്കും. അത് കണ്ട് അവർ ഷോക്കായിട്ട് അവൻ നമ്മളെ നോക്കി ചിരിക്കുന്നു. അതിൽ വേവേ ചോദിക്കും, അവൻ എന്നെയല്ലേ നോക്കിയത്, എന്നോടല്ലേ ചിരിച്ചത്, നിങ്ങൾ കണ്ടോ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അവൾ പറയുന്നതൊന്നും കേൾക്കുന്നു പോലുമില്ല. ഫുള്ള് ത്രില്ലടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ കാറെടുത്ത് പോകും. നമുക്ക് കുറച്ചുകൂടെ നേരത്തെ വന്നാൽ മതിയായിരുന്നു, എന്നാൽ അവൻ്റെ കൂടെ ഒരേ റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ചെങ്കിലും ഫുഡ് കഴിക്കായിരുന്നു. അത് കേട്ട് എറിക്സി പറയും, എന്നിട്ടെന്തിനാ, നമുക്ക് അവനെ കാണാൻ കൂടെ പറ്റില്ല, ഏതെങ്കിലും പ്രൈവറ്റ് റൂമിലാകും അവനൊക്കെ. അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവൻ്റെ കമ്പനിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ്. അവൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദിവസം എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കമ്പനി കൂടിയപ്പോൾ അവൻ അടിച്ച് ഫിറ്റായി അറിയാതെ അവൻ്റെ വായിൽ നിന്നും വീണു. ഇൻവെസ്റ്റേഴ്സുമായി എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. ഇൻവെസ്റ്റേഴ്സോ? അപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണോ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് 100% ഷുവറൊന്നുമല്ല. എന്തായാലും ഇത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആരോടും പറഞ്ഞു പോകരുത് കേട്ടോ. പ്രോമിസ് ചെയ്യേ. അങ്ങനെ പ്രോമിസൊക്കെ ചെയ്ത് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലോട്ട് പോകും. നെയ്, നീ പറഞ്ഞത് ശരിയാ, അവർ നമ്മളെ ഫിനാൻഷ്യലായി ലോക്കാക്കി. പിന്നെ നീ എന്നാ ഫെങ്ടൺ ടെക്കിനെ ആയിട്ട് മീറ്റ് ചെയ്യുന്നത്? അതിൽ നെയ് പറയും, തിരക്കൊന്നുമില്ല, സാവകാശം മതി. പിന്നെ നീ ശ്രദ്ധിച്ചോ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വല്ല അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഇടയായിട്ട് ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നുണ്ട്. അതിനർത്ഥം എന്തോ ഒരു സംതിങ് സ്റ്റാർട്ട് ചെയ്യാനല്ലേ എന്നൊരു ഡൗട്ട്. അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് നിനക്കുള്ളതായിരിക്കില്ല. അത് കേട്ട് ദേഷ്യം വന്ന ഫ്രണ്ട് പറയും, ഹേ, ഞാൻ എങ്ങനെ വിചാരിക്കുന്നത്, നിനക്കെന്താ പ്രോബ്ലം? നീ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത്? ഇനി ഞാൻ അവളെ കിട്ടാൻ മാക്സിമം വർക്ക് ചെയ്യും. പിന്നെ എന്നെ ഈ സ്യൂട്ടിലൊക്കെ കണ്ടാൽ മോഡൽസ് വരെ വീണു പോകും എന്നൊക്കെ അവനിങ്ങനെ കൺട്രോൾ ഇല്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മുഖത്ത് ലൈറ്റ് അടിച്ച് നെയ് നോക്കുമ്പോൾ അവർക്ക് നേരെ ഓപ്പോസിറ്റ് ഒരു ട്രക്ക് വരുന്നത് കണ്ട് നെയ് പെട്ടെന്ന് സ്റ്റെയറിംഗ് പിടിച്ച് തിരിച്ച് വെട്ടിക്കും. അടുത്തതായി കാണിക്കുന്നത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരം വൈകി ഓടി വരുന്ന വേവേയാണ്. നീ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഞാൻ ആകെ നേരം വൈകി, എനിക്കിന്ന് ഫൈനലുള്ളതാ. അതിന് ഫൈനൽ 8 മണിക്കല്ലേ? 8-നാണ്, പക്ഷെ എന്നോട് 7:30 തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ലേറ്റ് ആകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്ലോക്ക് നോക്കുമ്പോൾ 7:30 തന്നെയാണ് സമയം. ഭാഗ്യം, നേരം വൈകിട്ടില്ല. അങ്ങനെ അവൾ ലാപ്പൊക്കെ ഓണാക്കി റെഡിയായി നിൽക്കും. ബാക്കി പ്ലെയേഴ്സ് എല്ലാം അവൾ ഓൺലൈനിൽ വന്നത് കണ്ട് അവളെ വിഷ് ചെയ്യും. താങ്ക് യു, ഞങ്ങൾ മാക്സിമം കളിച്ചോളാം, താങ്ക്സ് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അതേസമയം ഇവിടെ ഒരു തിരക്ക് പിടിച്ച ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ധൃതിയിൽ ഓടി വരുന്ന ഡോക്ടർ ചോദിക്കും, എന്താ ശരിക്കും സംഭവിച്ചത്? അതിൽ നേഴ്സ് പറയും, ഒരു ട്രക്കിനെ നിയന്ത്രണം വിട്ട് ഒരുപാട് കാസിനെ ഇടിച്ചു. പരിക്ക് പറ്റിയ എല്ലാവരെയും ഈ ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നെയ്യും ആ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ അവനെ പരിശോധിച്ചിട്ട് MRI എടുക്കാൻ പറഞ്ഞ് അവനെ കൊണ്ടുപോകും. അതിൽ ഫ്രണ്ട് അവൻക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നേഴ്സ് അവനോട് പറയും, നിങ്ങളിവിടെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം, റിസൾട്ട് കിട്ടിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ, എന്തു തന്നെ ആയാലും ഞങ്ങൾ ഉടനെ തന്നെ അറിയിക്കാം എന്നും പറഞ്ഞ് അവർ പോകും. വേവേ ഇവിടെ നെയ്യും കാത്തിരുന്ന് മടുത്ത്. അവൾ ക്ലോക്കിൽ നോക്കുമ്പോൾ 7:45. എന്നിട്ട് അവൾ വിചാരിക്കും, ഇതുവരെ എത്തിയില്ലല്ലോ, അവൻ ഒരിക്കലും ലേറ്റായി വന്നിട്ടില്ല ഇതുവരെ. എന്നിട്ട് അവൻക്ക് മെസ്സേജ് അയക്കും, നീ എവിടെ? ശേഷം അവൾ പബ്ലിക് ചാറ്റ് റൂമിൽ കയറി നോക്കുമ്പോൾ നെയ്ഹെ വന്നിട്ടില്ലല്ലോ, അവനെ കണ്ടിട്ടില്ലല്ലോ, അവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ് ബാക്കി പ്ലെയേഴ്സ്. അത് കേട്ട് ഇറിറ്റേറ്റഡായി അവൾ ഹെഡ്സെറ്റൊക്കെ ഊരി വെക്കും. അങ്ങനെ സമയം 7:55 ഫ്രണ്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വേവയും ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കളി തുടങ്ങാൻ ഇനി ആകെ 1 മിനിറ്റുള്ളൂ. അവനിതെവിടെ പോയി നിൽക്കുകയാണ്? അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഗെയിമിൽ നിന്ന് കമൻസ് വരും, നെയ്ഹയും വേവയും ടിയാനും ഡൈമങ്ങും പോലെ തന്നെ ബ്രേക്കപ്പായോ? നമ്മുടെ സെർവറിലുള്ള എല്ലാവർക്കും ഇത് തന്നെയാണോ പണി? അതിൽ വേറൊരുത്തൻ പോസിറ്റീവായി പറയും, എനിക്ക് അവർ ബ്രേക്കപ്പായി എന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേവ ഇവിടെ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കൂലല്ലോ. അതിൽ വേറെ ഒരുത്തൻ പറയും, അവനും ലൂവേവേനെ ഡംപ് ചെയ്തിട്ടുണ്ടാകും. അത് കേട്ട് നീനി പറയും, വെറുതെ നോൺസെൻസ് പറയരുതേ, അവൻക്ക് അത്യാവശ്യമായി എവിടേക്കെങ്കിലും പോകേണ്ടി വന്നതാണെങ്കിലോ? എന്നിട്ട് അവൾ വേവേനോട് പേഴ്സണലായിട്ട് ചോദിക്കും, എന്താ പറ്റിയത് വേവേ? നീ അവൻക്കൊന്ന് വിളിച്ചു നോക്കേ, അറ്റ്ലീസ്റ്റ് എന്താ പറ്റിയതെന്നെങ്കിലും അറിയാലോ. അതിൽ വേവേ പറയും, 8 മണി ആയിട്ടില്ലല്ലോ, നെയ്ഹ എന്തായാലും വരും ഷുവർ. എന്നിട്ട് അവൾ സ്വയം സമാധാനിച്ചങ്ങനെ ഇരിക്കും. അതേസമയം ഇവിടെ ഫ്രണ്ട് ടെൻഷൻ അടിച്ച് ക്ഷീണിച്ചിരിപ്പായി. അതിൽ ഫ്രണ്ട്സ് ഓടി വന്ന് അവനോട് ചോദിക്കും, എന്താ പറ്റിയത്, നെയ് എവിടെ? അതിനൊന്നും അവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അവർ ഉച്ചത്തിൽ, വാ തുറന്ന് പറ. അവിടെ അവർ നെയ്ൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. അവന് നല്ലോണം പരിക്കുണ്ടോ? എനിക്കറിയില്ല, അവന് ബോധമില്ലായിരുന്നു. പിന്നെ അവൻ്റെ തല പൊട്ടി ബ്ലഡ് വരുന്നുണ്ട്. എൻ്റെ തെറ്റാണ്, ഞാനാണ് ഡ്രൈവിംഗ് ശ്രദ്ധിക്കാതെ അവനായിട്ട് വെറുതെ സംസാരിച്ചിരുന്നത്. ഞാനാണ് ഞങ്ങൾക്കെതിരെ വരുന്ന ട്രക്കിനെ കാണാഞ്ഞത്. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ട് പറയും, എന്നിട്ട് എനിക്കൊരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്നു, അവനാണ് പാവം. അപ്പോൾ ഫ്രണ്ട് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, നീ വെറുതെ പ്രഷർ ആകണ്ട, അതുകൊണ്ട് ഒരു കാര്യവുമില്ല, നമുക്ക് അവൻക്കൊന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം.
നെയ് ഇല്ലാത്തത് കൊണ്ട് വേവയും നെയ്ഹയും ഈ ഗെയിമിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആയി. അവരെ ഒപ്പോണൻസ് ബാറ്റിൽ ചാമ്പ്യൻഷിപ്പിൻ്റെ ടൈറ്റിൽ വിന്നറാകും. അതിൽ കളി കാണാൻ അവിടെ കൂടിയവരൊക്കെ പറയും, ഞാൻ വിചാരിച്ച് ഇന്ന് നല്ല ഒരു സൂപ്പർ കളി കാണാമെന്ന്. ആകെ സങ്കടമായി. പാവം ലൂവേവേവേ. എന്നാലും അവൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ ഇങ്ങനെ ഓൺലൈനും വന്ന് ഇവിടെ നിൽക്കുന്നത്? അവർ ഇങ്ങനെ ചെയ്യും എന്നുണ്ടെങ്കിൽ അവർ ക്വിറ്റ് ചെയ്ത് പോയിക്കൂടായിരുന്ന. എന്നാൽ നമ്മുടെ സെർവറിൽ നിന്ന് വേറെ ഒരു ടീമിന് ചാൻസ് കിട്ടുമായിരുന്നു. അത് കേട്ട് ദേഷ്യം പിടിച്ച് നീനി പറയും, വേവയും നെയ്ഹയും അല്ലായിരുന്നെങ്കിൽ വേറെ ഒരു കപ്പിളിനും ഫൈനൽ പോലും എത്താൻ പറ്റൂലായിരുന്നു. വേവ അതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഇതൊക്കെ യോയോയും ടീമും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഇത് കണ്ട് നല്ലോണം സന്തോഷമായി. പാവം വേവേ, അവൾ അവനെയും നോക്കി നായ്ക്കളെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കണേ. ഇപ്പോൾ ശരിക്കും രണ്ടാണുങ്ങൾ അവളെ ഡംപ് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. അതിൽ കിങ് പറയും, ഇവൾ ഇങ്ങനെ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് കാണാൻ ഞാൻ ഒരുപാട് ദിവസമായി ആഗ്രഹിക്കുന്നു. അതേതായാലും സാധിച്ചു. വേവേൻ്റെ തനി നിറം നേഹയ്ക്ക് മനസ്സിലായി കാണും. അതാകും അവൻ വരാതിരുന്നത്. പിന്നെ അവൾ ഒരിക്കൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൾ ഭയങ്കര റിച്ചാണ്, ക്യാഷിൻ്റെ ആവശ്യമില്ല, സോ ആ 7 കളറുള്ള കപ്പിൾ ഡ്രസ്സ് വിൽക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ ശരിക്കും അവൾ റിച്ചല്ല. എന്നോട് ഷാവോ പറഞ്ഞതാ. അവൻക്കെങ്ങനെ അവളറിയാം? അവളെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് കാണാൻ? ഷാവോൻ്റെ കമ്പനിയിൽ അവൾ ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിരുന്നത്രേ. അവൾ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഈ ഗെയിം കളിക്കുന്നുണ്ടെന്നും ഗെയിമിലെ നെയിം ഇതാണെന്നും പറഞ്ഞു. അത് ഷാവോ കേട്ടു. പിന്നെ അവളെ കാണാൻ ഷാവോ പറഞ്ഞത് അത്ര ലുക്കൊന്നുമില്ലെന്നാ. എന്നാൽ അതിനർത്ഥം അവളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാകില്ല എന്നാകും. അത് കേട്ട് എല്ലാവരും ചിരിക്കും. അങ്ങനെ അവരൊക്കെ ഹാപ്പിയാകും. അതിൽ ക്വിങ് പറയും, യോയോ, എന്നാൽ നമുക്കൊരു ദിവസം ഷാവോൻ്റെ ഓഫീസിൽ പോയി അവളെ ഒന്ന് കണ്ടാലോ? ശരി, നമുക്ക് പോകാം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് അവളെ മുഖത്ത് ഒരു അടിയെങ്കിലും അടിക്കണം. ഇവിടെ ഹോസ്പിറ്റലിൽ അവർ അങ്ങനെ നെയ്ക്കും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടുത്തെ ഡോർ തുറക്കും. അതിൽ അവർ ഓടിപ്പോയി ഡോക്ടറിനോട് ചോദിക്കും, അവൻക്കിപ്പോൾ എങ്ങനെയുണ്ട്? വേവെ സങ്കടപ്പെട്ട് ലാപ്പൊക്കെ ഓഫാക്കുന്നത് കണ്ട് ലിങ് ചോദിക്കും, നിനക്ക് എന്തു പറ്റി? നിന്റെ മാച്ച് കഴിഞ്ഞോ? അതിൽ എറിക്സിയും ചോദിക്കും, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അന്നത്തെ പോലെ നിങ്ങളെ കണ്ട് നിങ്ങൾ എതിരാളി പേടിച്ചോടിപ്പോയോ? അതിൽ അവൾ അതിനൊന്നും മറുപടി പറയാതെ ഞാൻ എൻ്റെ മുഖം കഴുകിയിട്ട് വരാം എന്നും പറഞ്ഞു പോകും. എന്നിട്ട് ബാത്റൂമിൽ എത്തിയ വേവെ നെയ്ഹ ലാസ്റ്റ് അവളോട് പറഞ്ഞ കാര്യം ഓർക്കും. ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് 7:30 തിരിച്ചു വരും എന്ന് പറഞ്ഞത്. അത് ആലോചിച്ച് അവൾ അങ്ങനെ സമാധാനിക്കും. ആക്ച്വലി വേവയ്ക്കും പേടിയുണ്ട്, അവന് ശരിക്കും അവളെ ഒഴിവാക്കി പോയതാണോ എന്ന്. അവൾക്കിതെന്ത് പറ്റി? ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നു. അവൾ ഗെയിമിലെങ്ങാനും തോറ്റോ? അതിനെന്തിനാ ഇത്ര സങ്കടം? അത് ജസ്റ്റ് ഒരു ഗെയിമല്ലേ, ഞാൻ പോയി ചോദിച്ച് നോക്കാം എന്നും പറഞ്ഞ് ലിങ് പോകാൻ നിൽക്കുമ്പോൾ ഫ്രണ്ട് പിടിച്ചു വെച്ചിട്ട് പറയും, ഇനി ഗെയിമിൽ തോറ്റത് തന്നെയാണെങ്കിൽ നിന്റെ ചോദ്യം കൊണ്ട് അവൾ ഒന്നുകൂടെ ടെൻഷൻ ആകത്തേ ഉള്ളൂ എന്നും പറഞ്ഞ് ലിങ്ങിനെ ബ്ലോക്കാക്കും. അടുത്ത ദിവസം വേവേ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ആകെ ടെൻഷൻ അടിച്ച് സ്ലോയിൽ അങ്ങനെ തിന്നുകൊണ്ടിരിക്കും. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എഴുന്നേറ്റ് പോയാലും അവൾ അങ്ങനെ ആ ഇരിപ്പാണ്. ഇനി ക്ലാസ്സിലാണെങ്കിൽ സെയിം അവസ്ഥ. ഫുൾ ടെൻഷൻ അടിച്ച് നെയ്ഹയും ഓർത്തിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞ് ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൻ്റെ അതിലൂടെ പോകുമ്പോൾ അവൾക്ക് നെയ്ഹ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത് പോലെയൊക്കെ തോന്നും. ശരിക്കും നോക്കുമ്പോൾ അത് വേറെ ഏതോ ടീമാണ് കളിക്കുന്നത്. വേവയും ഫ്രണ്ട്സും രാവിലെ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആകെ ഓടി ക്ഷീണിച്ചിട്ട് പറയും, വേവേ മതി, ഞങ്ങൾക്കിനി വെയ്യ, ഞങ്ങൾ നിർത്താണ്. അവൾ ആ പറയുന്നത് കേൾക്കുന്നു പോലുമില്ല. അങ്ങനെ അവർ ഓട്ടം നിർത്തി കയറും. എന്നിട്ട് അവളെ നോക്കി പറയും, അവൾ ഇത് എത്രാമത്തെ റൗണ്ടാണ് ഈ ചുറ്റുന്നത്? അവൾക്കിതെന്ത് പറ്റി? ചിലപ്പോൾ ഫൈനൽ എക്സാം കൊണ്ടാവോ? എല്ലാ പ്രാവശ്യവും എക്സാമിൻ്റെ മുമ്പായിട്ട് അവൾക്ക് ഒരു സ്വഭാവമൊക്കെ മാറി ഒരു മോൺസ്റ്റർ പോലെ ആകാറുണ്ട്. അതിൽ ലിങ് പറയും, ആ മോൺസ്റ്റർക്ക് പഠിത്തം മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഒന്നും ആകാറില്ല. ഇതിപ്പോൾ ജോഗിങ് മോൺസ്റ്റർ ആണ്. എനിക്ക് തോന്നുന്ന ആ ഗെയിം തന്നെയാണെന്നാ. അന്നത്തേതിന് ശേഷം അവൾ ഗെയിം കളിച്ചിട്ടില്ല. സോ അപ്പോൾ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് ആ ഗെയിമിൽ. അതിൽ എറിക്സ് അവളോട് പറയും, അതിന് അവൾ എക്സാം വന്നാൽ പിന്നെ ഗെയിമൊന്നും കളിക്കാറില്ല. അവൾക്ക് പേടിയാണ്, പഠിത്തം ഉഴപ്പിയാൽ പിന്നെ അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടൂലേ എന്ന്. സ്കോളർഷിപ്പ് കിട്ടിയാലേ അടുത്ത സെമസ്റ്ററിന് അവൾക്ക് ക്ലാസ്സിലിരിക്കാനുള്ള ക്യാഷ് ഉണ്ടാകും. ലിങ് പറയും, ശരിയാ, പിന്നെ ഞാൻ ക്യാൻറ്റീനിലോട്ട് പോകുകയാണ്, ആരെങ്കിലും വരുന്നുണ്ടോ? അതിൽ അവർ രണ്ടുപേരും കൈ പൊക്കി ഞാനുമുണ്ട് എന്ന് പറഞ്ഞ് അവരങ്ങനെ പോകും. വേവെ അങ്ങനെ വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരിക്കണേ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഓടാണെന്നുള്ള ബോധം തന്നെ വന്നത്. ഇവിടെ നെയ്നെ റൂമിലോട്ട് മാറ്റി അച്ഛനും അമ്മയും ഫ്രണ്ട്സും അവനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവൻ കണ്ണു തുറക്കും. അത് കണ്ട് അമ്മ സന്തോഷത്തോടെ എല്ലാവരെയും അറിയിക്കും. അവർ ഓടി വന്ന് അതിലൊരു ഫ്രണ്ട് പറയും, നീ ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറന്നല്ലോ. നീ ഇനിയും എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സീരിയസ്ലി, നീ ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചു. പേടിക്കണ്ട മോനെ, നിനക്കൊരു കുഴപ്പവുമില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു നീ എഴുന്നേറ്റാൽ പിന്നെ പേടിക്കണ്ട എന്ന്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഒരു മിനിറ്റ്, ഞാൻ ഡോക്ടറിനെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഒരു ഫ്രണ്ട് പോകും. പേടിക്കണ്ട, എനിക്കൊരു കുഴപ്പവുമില്ല ഡാഡി, എനിക്കിപ്പോൾ വേദനയൊന്നുമില്ല. അതിൽ അമ്മ പറയും, പേടിക്കാതെ പിന്നെ, ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണമെന്ന്. അത് കേട്ട് ഫ്രണ്ട് എഴുന്നേറ്റിട്ട് പറയും, ആൻറ്റി അങ്കിൾ, ഐ എം സോറി, ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് നെയ് എന്നെ പുറത്തേക്ക് തള്ളിയിട്ട്, ഇല്ലെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് ഞാനായിരിക്കും ഉണ്ടാകുക. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആകണ്ട, ഇതൊക്കെ ദൈവത്തിൻ്റെ വിധിയാ, നമുക്കതൊന്നും മാറ്റാൻ പറ്റില്ല. എന്തായാലും അവനക്കൊന്നും പറ്റിയില്ലല്ലോ, അതിന് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം.
ഞങ്ങൾ എല്ലാവരെയും ഒന്ന് അറിയിക്കട്ടെ, നീ എഴുന്നേറ്റെന്ന്. അവരൊക്കെ ടെൻഷൻ അടിച്ച് ഇരിക്കാകും. അങ്ങനെ അവർ ഫോൺ ചെയ്യാൻ പോകും. അതിൽ ഫ്രണ്ട് അവനോട് ചോദിക്കും, നീ ശരിക്കും ഓക്കെ ആണോ? തല കറങ്ങുന്നത് പോലെ എന്തെങ്കിലും ഉണ്ടോ? എന്നെ നോക്കേ. എന്നിട്ട് ചോദിക്കും, 1+1 എത്രയാ? അതിൽ നെയ് പറയും, 1+1 1 തന്നെ. അത് കേട്ട് ഫ്രണ്ട് പറയും, ശരിയായിട്ടില്ല, അവൻക്ക് എന്തോ കുഴപ്പമുണ്ട്, ഞാൻ ഡോക്ടറിനെ ഒന്നുകൂടെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ മറ്റേ ഫ്രണ്ട് അവനെ ബ്ലോക്ക് ചെയ്തിട്ട് പറയും, നിനക്കെന്താ വട്ടുണ്ടോ? ഒന്ന് അടങ്ങ്. അവൻ ഓക്കെയാണ്, അവൻ നിന്നെ കളിയാക്കിയതല്ലേ. 1 മിനിറ്റ്, ഇപ്പോൾ എത്ര ടൈം? വൈകുന്നേരം 5 മണി. എന്നാൽ നീ എൻ്റെ ലാപ്പിൽ ഗെയിം ഒന്ന് ലോഗിൻ ചെയ്ത് വേവേനോട് പറയോ എന്താ സംഭവിച്ചതെന്നൊക്കെ. അതിലൊരു ഫ്രണ്ട്, മിസ്സിസ് നെയ്യെ എന്നും പറഞ്ഞ് തുടങ്ങാൻ നിൽക്കുമ്പോൾ അത് ബ്ലോക്ക് ചെയ്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് അടുത്ത ഫ്രണ്ട് പറയും, ഈ സിറ്റുവേഷനിൽ നീ ഗെയിമിൻ്റെ കാര്യം തന്നെയാണോ ആലോചിക്കുന്നത്? അപ്പോഴാണ് അവൻ വേവേൻ്റെ കാര്യം പറഞ്ഞത് ഫ്രണ്ടിന് മനസ്സിലാകുന്നത്. എന്നിട്ട് അവൻ ചോദിക്കും, അവൾ അന്ന് രാത്രി തൊട്ട് നിന്നെയും കാത്തിരിക്കുകയാണോ? അതോടുകൂടി ലവ് O2O എപ്പിസോഡ് 8 ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.